Honda City. അന്ന് ഇറങ്ങിയപ്പോൾ രാജാവായിരുന്നല്ലേ ലുക്കിൽ. അന്ന് ആ സമയത്ത് ലുക്ക് വൈസ് ഇപ്പോഴും ലുക്ക് വൈസ് പൊളിയാണ്. സൂപ്പർ, നല്ല ക്വാളിറ്റി. വേറെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല. ഓ കാണുമ്പോൾ നല്ല നീറ്റാണല്ലേ. ടാറ്റ ടിയാഗോ ഫുൾ ഓപ്ഷൻ വണ്ടി, XZ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പ് എൻഡ് വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. നമുക്കിത് 55 കൊടുക്കാം. 55,000. ഈക്കോ 2020 മോഡലാണ്. 20 വണ്ടി RXT ആണല്ലേ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മോഡലാണ്. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. വാഗണർ സിംഗിൾ ഓണർ VXI വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് OLX കാർസിലാണ്. അപ്പോൾ വീണ്ടും സ്റ്റോക്കുകൾ കുറച്ച് മാറിയിട്ടുണ്ട്, പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവിളയാണ്. തിരുവനന്തപുരം നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അമരവിള താന്നിമോട്. അപ്പം അത്യാവശ്യം നല്ല ബഡ്ജറ്റുകാരുടെ കളക്ഷൻസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പുറകിൽ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അഭിലാഷുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചിരിക്കുട്ടനെ കാണാൻ ചോദിച്ചു, പക്ഷേ പുള്ളി സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മൾ കാണിക്കാത്തത്. ഇന്നും അതുപോലെ ഒന്നും പുള്ളിയില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ പുള്ളി എന്താ ആവശ്യമായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഭിലാഷും നമ്മുടെ ഷോറൂമിൻ്റെ ഓണറാണ്. അപ്പം അഭിലാഷ്, നമ്മുടെ വണ്ടി കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്കുകളൊക്കെ മാറി പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബഡ്ജറ്റ് കാർ കളക്ഷൻ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട് ബഡ്ജറ്റ് കാർ. അപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇയോൺ ആണ്. എങ്ങനെയാണ് ഇയോൺ? 2016 മോഡലാണ്. 2016 മോഡലാണ്. സിംഗിൾ ഓണർ. വണ്ടി സിംഗിൾ ഓണർ വണ്ടി. നീറ്റ് വണ്ടി കേട്ടോ, സ്ക്രാച്ച് ഒന്നുമില്ല, ഡെൻ്റ് ഒന്നുമില്ല. ഓക്കെ, KL0 ട്രിവാൻഡ്രം വണ്ടിയാണ്. അപ്പോൾ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 88,000 കിലോമീറ്റർ. ഓക്കെ, വേറെ മേജർ പ്രശ്നം ഇല്ല, വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ബാക്കി ടയർ കാര്യങ്ങളും ഗുഡാണ്. ചെറിയൊരു ഡാമേജ് അതേപോലെ മാറി, നല്ലൊരു കുഴപ്പമില്ല. സോണിയുടെ സ്റ്റീരിംഗ് ഉണ്ട്. ഇത് വേരിയൻ്റ് ഏതാണ് പറഞ്ഞത്? നമുക്ക് ഇറയാണ്. ഓക്കെ, AC വരും, പവർ സ്റ്റിയറിംഗ്. ടയറൊക്കെ പുതിയ ടയർ അല്ലേ? 4 ടയറും പുതിയ ടയറുകളൊക്കെ ഉണ്ട്. വേറെ സ്ക്രാച്ച് ഓടേണ്ട കാര്യങ്ങളൊന്നുമില്ല, കണ്ടീഷൻ വേണ്ടി. അടുത്ത വണ്ടി ടാറ്റ ഇൻഡിക്ക 2008 മോഡലാണ്. 28 വരെ പേപ്പർ വരും. 2028 വരെ പേപ്പറുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, വണ്ടിയുടെ ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ടയർ കണ്ടീഷനിലെ ഗുഡ്, എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഗുഡാണ്. പിന്നെ വണ്ടിയുടെ പഴക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. മേജറായിട്ട് അങ്ങനെ ഒന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ കൊള്ളാമോ ബ്രോ? എഞ്ചിനൊക്കെ ഗുഡാണ്. കിലോമീറ്റർ എത്രയാണ് വണ്ടിയുടെ? കിലോമീറ്റർ 60 കിലോമീറ്റർ. അപ്പോൾ കണ്ടീഷൻ AC ഒക്കെ വർക്കിംഗ് ആണോ? AC ഒക്കെ വർക്കിംഗ് ആണ്. AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാറ്റ ഇൻഡിക്ക എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിത് 55 കൊടുക്കാം. 55,000. 55,000. 2008 വണ്ടി, 28 പേപ്പർ വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം, AC വർക്കിംഗ് ആണ്, എഞ്ചിൻ കണ്ടീഷൻ ഗുഡാണ്. നല്ല വണ്ടിയാണ്. തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല, വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. പുറമെ കാണുന്ന ഈ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ പോളിഷ് ചെയ്ത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്റെ ആവശ്യമില്ല. ഈ വണ്ടി അല്ലാതെ കഴിയുമ്പോൾ പുറത്തൊരു വൃത്തിയാവും. അതെ. ഓക്കെ, 55,000 കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ക്വിഡ് 2016 മോഡലാണ്. 2016 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 43,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. കണ്ടീഷൻ വേണ്ടി അല്ലേ? വാഷ് ചെയ്താൽ മതി. ടയർ കണ്ടീഷൻ ആവറേജ്, ഫ്രണ്ടിൽ പുതിയതാണ്, ബാക്കിൽ ആവറേജ്. RXT ആണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സീറ്റ് കവർ ഉണ്ട്, നീറ്റ് കണ്ടീഷനാണ്. RXT ആകുമ്പോഴത്തേക്ക് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ടച്ച് സ്ക്രീന്, അതേപോലെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്. എയർ ബാഗ് വരില്ല ഇതിനകത്ത്? എയർ ബാഗ് ഇല്ല ഇതിൽ. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി? ഇത് നമുക്ക് 235 കൊടുക്കാം. 235. അപ്പം KL0 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ 225 വരെ പ്രതീക്ഷിക്കാം, നോക്കാം. മാക്സിമം ശ്രമിക്കാം. പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ കയറുമല്ലേ? അതെ. ഓക്കെ, ശരി. അഭിലാഷ്, അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ ആണ്. 2017 മോഡലാണ്. 17 മോഡൽ. സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. ടയർ 4 പുതിയ ടയർ ഉണ്ട്. കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. ഓക്കെ, നീറ്റ് വണ്ടി കേട്ടോ, സ്ക്രാച്ച് ഡെന്റ് ഒന്നുമില്ല. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി അല്ലേ? നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ, KL19 ആകുമ്പോൾ പാറശാല രജിസ്ട്രേഷൻ വണ്ടിയാണ്. നീറ്റ് വണ്ടി. ഇന്ത്യൻ കണ്ടീഷൻ നല്ല പക്ക കണ്ടീഷനാണ്. നീറ്റ് അരിപ്പുണ്ട്, ചെറിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷനാണ്. ഫ്രണ്ടിൽ നമുക്ക് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, അതേമാതിരി 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്.
ഓക്കെ ഓൾട്ടോ കേട്ടൻ VXi അല്ലേ? ആൾട്ടോ കേട്ടൻ VXi വണ്ടി. ഓക്കെ റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നുമില്ല? ഇല്ല ആക്സിഡന്റ് കമ്പനി സർവീസ് 40,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ സ്ക്രാച്ച് ഒന്നുമില്ല, ടയർ കണ്ടീഷൻ നല്ല വണ്ടി അല്ലേ? എത്രയ്ക്ക് കൊടുക്കാം നമുക്കിത് 325 കൊടുക്കാം. 325. ആ അപ്പോൾ ലോണ് മാക്സിമം 275 വരെ കിട്ടും. 275 കിട്ടും. അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് XZ ടോപ്പ് എൻഡ് വണ്ടി. പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് KL01. അതും ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. അപ്പം ടോപ്പ് എൻഡ് ആകുമ്പോൾ അലോയ്സ് വരുന്നുണ്ട്. എയർ കണ്ടീഷൻ ഗുഡാണ്, സ്ക്രാച്ച് ഒന്നുമില്ല. ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ആക്സിഡന്റ് റീപ്ലേസോ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഓക്കെ ടോപ്പ് എൻഡ് വണ്ടിയാണ്, അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഗുഡാണ്. ഇൻറ്റീരിയർ കണ്ടീഷൻ സീറ്റ് കവറുണ്ട്, അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫ്ലോർ മാറ്റ് റൂഫൊക്കെ നീറ്റാണ്. ടോപ്പിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇൻബിൽറ്റ് സ്റ്റീരിയോ ഹെർമൻ കാർഡിൻ്റെ വരുന്നുണ്ട്. അതേപോലെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സ്പ്രിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടോപ്പിൻ്റെ വണ്ടി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കുമാണ്. അപ്പം എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഓട്ടോമാറ്റിക് ടിയാഗോ? നമുക്ക് 425 കൊടുക്കാം. 425. ഓക്കെ നെഗോഷ്യബിൾ ആണല്ലോ ചെറുതായിട്ട്? ആ ഓക്കെ. പിന്നെ ലോൺ എങ്ങനെ വരും? മാക്സിമം ലോൺ കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി വാഗണറാണ്. 2014 മോഡൽ VXi വണ്ടിയാണ്. 14 VXi വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. കിലോമീറ്ററോ? 55. ടയർ കണ്ടീഷൻ ഗുഡാണ്, സ്ക്രാച്ച് ഒന്നുമില്ല. മൈനൂട് സ്ക്രാച്ച് അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. VXi വേരിയന്റ് ആണ്. ഓക്കെ ഷോറൂം സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, വേറെ ആക്സിഡന്റോ ഒന്നുമില്ല. ഓക്കെ ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആണ് കേട്ടോ. സീറ്റ് വർക്ക് നീറ്റ് ആണ്. ഫ്ലോർ മാറ്റ് വണ്ടി മൊത്തം നീറ്റാണ്. റൂഫൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ? ഒരല്പം പോലും അഴുക്കില്ല. നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. നല്ല വൃത്തിയുണ്ട് കാണാൻ. ഓക്കെ സീറ്റ് വർക്ക് നീറ്റ് ആണ് കേട്ടോ. അത് ചെറിയ ഒരു അഴുക്ക് പോലും ഇല്ല. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ വാഗണാറിന്റെ മൈലേജ് എന്തായാലും ഒരു 15 മുകളിൽ കിട്ടൂലേ? 15 മുകളിൽ വരും. K സീരീസ് എഞ്ചിൻ അല്ലേ? K സീരീസ് എഞ്ചിൻ. അതെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്കത് 325 കൊടുക്കാം. 325 ആസ്കിംഗ് പ്രൈസ് ആണല്ലോ. ചെറുതായിട്ട് നെഗോഷ്യബിൾ അല്ലേ? ചെറിയ എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ കറക്റ്റാണ് പറയുന്നത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തു തരാം. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 2.5-2.75. അപ്പോൾ അടുത്ത വണ്ടി ഓമിനി. ഇപ്പോൾ ഓമിനി സത്യം ഡിമാൻഡ് ആണല്ലോ. കിട്ടാനില്ല. ഓക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2011 മോഡലാണ്. അതും KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. 2011 മോഡൽ. അപ്പോൾ MBFI ആണല്ലോ? MBFI വണ്ടി 60,000 കിലോമീറ്റർ. 60,000 ഓടിയിട്ടുള്ളൂ? 60 ഓടിയിട്ടുള്ളൂ. ഓക്കെ വണ്ടി നല്ല ക്വാളിറ്റി. വേറെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല. ഓ കാണുമ്പോൾ നല്ല നീറ്റാണല്ലേ? ഓക്കെ കാരണം ഒമിനി ഇങ്ങനെ കിട്ടാൻ പാടാണ്. ഒമിനി അല്ലേ പൊതുവെ നല്ല വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇൻറ്റീരിയറും സീറ്റ് വർക്ക് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ആകമൊക്കെ നല്ല നീറ്റാണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നീറ്റാണ്. 60,078 കിലോമീറ്റർ ഓടിക്കുള്ളൂ അല്ലേ? അതെ. ഓക്കെ 60,000 കിലോമീറ്റർ ഓടി കമ്പനിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയല്ലേ? വണ്ടി നീറ്റാണ്. അതും ടയർ കാര്യമായിരുന്നാലും ടയർ കണ്ടീഷൻ എല്ലാം കൂടാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പം ഒമിനി മൈലേജ് എന്തായാലും 15 കിട്ടൂലേ മൈലേജ്? 15 മുന്നോട്ട് കിട്ടുമല്ലോ. കാരണം Maruti 800 കിട്ടുന്ന മൈലേജ് കിട്ടൂലല്ലോ. ഇല്ല MBFI വണ്ടിയാണ്, മൈലേജ് ഉണ്ട്. അല്ല എന്നാലും നമ്മൾ 800 വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അതെ. അപ്പോൾ എങ്ങനെയാ വില? നമുക്കിത് ഒരു 1.45 കൊടുക്കാം. 1.45. 2011 വണ്ടി, MBFI വണ്ടി, കണ്ടീഷൻ വണ്ടി. അതെ. ലോൺ 11 ലോൺ കയറുമല്ലോ? 11 ലോണ് കിട്ടും. ഒരു വർഷത്തേക്ക് കിട്ടും. ഒരു വർഷം കൊണ്ട് അടയ്ക്കേണ്ടി വരും. ഒരു വർഷം കൊണ്ട് അടച്ച് തീർക്കേണ്ടി. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. അന്ന് ഇറങ്ങിയപ്പോൾ രാജാവായിരുന്നല്ലേ ലുക്കിൽ? അന്ന് ആ സമയത്ത് ലുക്ക് വൈസ്, ഇപ്പോഴും ലുക്ക് വൈസ് പൊളിയാണ്. അത് സൂപ്പർ എഞ്ചിനാണ് ഹോണ്ട സിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്? ഇത് ഡീറ്റെയിൽസ് വരുന്നത് 2009 മോഡലാണ്. 2009 വണ്ടി. 2009 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ അങ്ങനെ വേറെ ഒന്നുമില്ല. ഓക്കെ വേരിയന്റ് എസ് ആണല്ലേ? എസ് വേരിയന്റ് ആണ്. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഗുഡാണ്. നീറ്റ് വണ്ടിയുടെ സ്ക്രാച്ച് നീറ്റ് വണ്ടി. റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. 2029 വരെ പേപ്പറും ഉണ്ട്. 9 വണ്ടിയൊന്നും പറയില്ലല്ലേ കണ്ടു കഴിഞ്ഞാൽ? വണ്ടി നീറ്റാണ് അല്ലേ? കണ്ടിട്ട് ആ ഒരു പഴക്കത്തിൻ്റെ അതായത് ഫീൽ ചെയ്യുന്നില്ല. നീറ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഹെഡ്ലൈറ്റ് ലൈറ്റ് മങ്ങലേ ഉള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ ആയാലും ഗുഡാണ്. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. പവർ വിൻഡോ, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ, എയർ ബാഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC വരുന്നുണ്ട്. AC മാനുവലാണ്. ഓക്കെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അന്നത്തെ സമയത്ത് ടോപ്പ് ആൻഡ് ഫീച്ചർ. ഓക്കെ
നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടി കേട്ടോ. ഓക്കെ. അപ്പം പക്ഷേ ഇന്നും ഈ വണ്ടി ലുക്ക് തന്നെയാണല്ലേ? ലുക്കാണ്. അതെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹോണ്ട സിറ്റിക്കെല്ലാം കുറച്ച് കാണാൻ കൊള്ളുന്നു ഇത് ലുക്ക് വൈസ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് വരാം? നമുക്കിത് 2.75 കൊടുക്കാം. 2.75. ഓക്കെ. ഫിനാൻസ് കയറില്ല 9 ആയതുകൊണ്ട്. ഫിനാൻസിൽ റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. അടുത്ത വണ്ടി ഈക്കോ. ഈക്കോ 2020 മോഡലാണ്. 20 വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. 19,000 കിലോമീറ്റർ. KL01. അത് KL01 വണ്ടി തന്നെ. ഓക്കെ. 5 സീറ്റ് AC ആണ്. 5 സീറ്റ് AC ആണല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 2020 11ാം മാസം വണ്ടിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 21 വണ്ടി എന്ന് പറയാം. ഓക്കെ. എന്നാലും ഇപ്പോൾ രജിസ്ട്രേഷൻ പറഞ്ഞാൽ 20-21 20 തന്നെ വരും. ഇൻറ്റീരിയർ നീറ്റ് കണ്ടീഷനാണ് കേട്ടോ. സീറ്റ് കവറുണ്ട്, ഫ്ലോർ മാറ്റ്, റൂഫൊക്കെ നീറ്റാണ്. AC വരുന്നുണ്ട്. 5 സീറ്റ് AC. ഓക്കെ. നീറ്റ് വണ്ടി അല്ലേ? വണ്ടി നീറ്റാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സസറി ഒന്നും ഇല്ല. കമ്പനി സർവീസ് തന്നെയാണ്? കമ്പനി സർവീസ് ഉള്ള വണ്ടി തന്നെ. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്കിത് 4.5 കൊടുക്കാം. 4.50. ഓക്കെ. ഫിനാൻസ് എങ്ങനെ? ഫിനാൻസും ഏകദേശം 4 വരെ പ്രതീക്ഷിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി വാഗണാർ. അടുത്ത വണ്ടി വാഗണാറാണ്. 2019 മോഡലാണ്. 19 വണ്ടി. കിലോമീറ്റർ ഓണർഷിപ്പ്? കിലോമീറ്റർ 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണറാണ്. അപ്പോൾ ടയറൊക്കെ ചെറിയ തേയ്മാനേ ഉള്ളൂ. LXI വേരിയന്റ് ആണിത്. ചെറിയ സ്ക്രാച്ച്. LXI ആണല്ലേ? LXI ആണ്. LXI ആണെങ്കിൽ AC, പവർ ഷിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് LXI ആണെങ്കിലും. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. സീറ്റ് കവറൊക്കെ നീറ്റാണ് കേട്ടോ. മെയിൻറ്റൈൻഡ് ആണ്. എല്ലാ ഭാഗവും നീറ്റാണ്. കുറച്ച് ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ. ഒരു കെൻവുഡിൻ്റെ സീറ്റ് വെച്ചിട്ടുണ്ട്. AC വരുന്നുണ്ട്, എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. അപ്പോൾ വാഗണാർ LXI. വാഗണാർ പുതിയ വാഗണാറിൻ്റെ മൈലേജ് കൂടുതലല്ലേ മറ്റേ? മൈലേജ് കൂടുതലാണ്. ഓക്കെ. ഓൾമോസ്റ്റ് 18 കിട്ടൂലേ? 18 മുന്നോട്ട് വരും. കിട്ടുമല്ലോ. 18 കൺഫേം ആയിട്ട് കിട്ടും. അപ്പം എത്ര കൊടുക്കാം നമുക്കിത് 460. ലോ കിലോമീറ്റർ വണ്ടിയാണ്. 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 460 അല്ലേ? 460. ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് 4 ലക്ഷം രൂപ വരെ ലോൺ കയറും. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. 2018 മോഡലാണ്. 18 വണ്ടി. അതെ. 48,000 കിലോമീറ്റർ. കണ്ടീഷൻ എങ്ങനെയുണ്ട് വണ്ടിയുടെ? ഗുഡ് കണ്ടീഷനാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ഓക്കെ. VXI ആണ്. പെട്രോൾ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വണ്ടി നീറ്റാണ് കേട്ടോ. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് കണ്ടീഷൻ വണ്ടി. ഇന്ത്യൻ കണ്ടീഷൻ. സീറ്റ് കവറൊക്കെ ഉണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. റൂഫൊക്കെ നീറ്റാണ്. VXI ആകുമ്പോഴത്തേക്കും ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്. അപ്പം അഭിലാഷ് എങ്ങനെ പ്രൈസ് എങ്ങനെ വരുന്നത് വണ്ടിയുടെ? നമുക്കിത് ഫൈനലായിട്ട് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. ഒരു 490 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെ കയറും? ഫിനാൻസ് 4.5 വരെ ലോൺ കിട്ടും. 4.5 കയറും. അഭിലാഷ് ബ്രോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? നമ്മളിപ്പോൾ വന്ന സ്റ്റോക്കാണ് കാണിച്ചത്. അല്ലാതെ വണ്ടി കുറച്ച് വേറെ കിടപ്പുണ്ട്. നമ്മൾ കാണുന്ന വണ്ടിയിൽ ഒരുപാട് സ്റ്റോക്കുകൾ കിടപ്പുണ്ട്. അപ്പം ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയല്ലേ? അപ്പം മിക്കവാറും വണ്ടികൾ നല്ല വണ്ടിയുള്ള സ്റ്റോക്ക് ഉണ്ട്. ഇനി വരാനും ഉണ്ട് വണ്ടി വരാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. ഓക്കെ. ശരി, അടുത്ത വീഡിയോ കാണാം.